ഹലോ. അപ്പോൾ കൽക്കിയുടെ റിലീസ് ട്രെയിലർ വന്നിട്ടുണ്ട്. 2 ദിവസമായി. ഇപ്പോഴാ സമയം കിട്ടിയത്. എന്നാൽ പിന്നെ ഒന്ന് കണ്ടു കളഞ്ഞേക്കാം. ഭയങ്കര നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു പടമാണല്ലോ കൽക്കി. എന്താണ് കൽക്കി, ആരാണ് കൽക്കി, എന്തുവാണ് കൽക്കി എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. റിലീസിന് മുന്നേ ട്രെയിലർ ഒന്ന് കണ്ടേക്കാം. ട്രെയിലർ കാണാം. ശുദ്ധാമ്മ സാമയികമായിരിക്കുന്നു. എന്തിനെ? ഭഗവാന്റെ ഉള്ളിലാണ് സൃഷ്ടികർമ്മം നടക്കുന്നത്. സുരേഷ് ഗോപിയാണ്. ഭഗവാനാണ് ഇപ്പോ അമ്മയുടെ ഉദരത്തിൽ. നാളേക്ക് വേണ്ടി ഞാൻ രക്ഷിക്കും. ഒരു 1.5 ബോംബ് ഒറ്റ ഷോട്ട് നേരെ കോംപ്ലക്സിൽ. മതി, ഇനി നിർത്തി. എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും എത്ര അവസരങ്ങൾ കിട്ടിയാലും മനുഷ്യൻ മാറില്ല, മാറാൻ കഴിയില്ല. കണ്ട യുദ്ധത്തിൽ കേവലം മൃത്യുവാണ് ജയിക്കുന്നത്. ഇത്തവണ ഞാൻ പ്രിപ്പയർ ആയിട്ട് തന്നെ വന്നേ. വാ. എൻ്റർ എ ന്യൂ വേൾഡ്. 27 ജൂൺ. 27 എന്ന് പറയുന്നത് നാളെ കഴിഞ്ഞല്ലേ? പടം കാണാനുള്ള സമയമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും എനിക്ക് അങ്ങോട്ട് അത്ര സുഖിച്ച് തോന്നിയില്ല. മലയാളം ഡബ്ബും അത്ര സുഖിക്കാത്ത പോലെ തോന്നി. എന്നാലും കുഴപ്പമില്ല, സാധനം ചെയ്തേക്കുന്നതൊക്കെ അടിപൊളിയാണല്ലോ. അവതാറിൻ്റെ അകത്ത് സാധനമൊക്കെ ആയിട്ട് അവസാനം പ്രഭാസ് വരുന്നുണ്ട്. എൻ്റെ ഒരു നിരീക്ഷണം വെച്ചിട്ട് കൽക്കി എന്ന് പറഞ്ഞ അവതാരം വരുമ്പം എല്ലാം ഒന്നുകൂടെ മറ്റേ 10 അവതാരങ്ങളുടെ അവസാനമാണല്ലോ കൽക്കി. അത് വരാൻ പോകുന്നേ ഉള്ളൂ. ശുദ്ധമാവ് അതിനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനെ തകർക്കാൻ വരുന്നതാണോ പ്രഭാസ്? അങ്ങനെയാണ് കാണിച്ചേക്കുന്നത്. ദീപിക പതുക്കോണ്ട പറ്റിലുള്ളത് കൽക്കിയാണോ എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോകലിപ്റ്റിക് വേളൊക്കെയാണ്. ഇപ്പം പുല്ലൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നതൊക്കെ ചവിട്ടുന്നൊക്കെ കാണിക്കണല്ലോ. അപ്പം അതിലൊക്കെ ഉദ്ദേശിക്കുന്നത് വളർന്നു വരുന്ന ഒരിതൊക്കെ ചവിട്ടി നശിപ്പിക്കുന്നതായിട്ടാണ്. വളരാൻ ഒന്നിനെ അനുവദിക്കുന്നില്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. തോന്നലുകളായിരിക്കാം. പടം അടിപൊളിയായാൽ മതി. തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയാൽ മതി. നല്ല എക്സ്പെക്റ്റേഷനൊക്കെ ഉള്ള പടമാണ്. ഭയങ്കര ഹൈപ്പിലുള്ള പടമാണ്. അപ്പം 27-ാം തീയതി പടം കണ്ടിട്ട് അറിയാം. ഇവരോട്ടത്. ബൈ.